ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ ഒരു പാഷൻ പ്ലസ്, ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടിയുടെ എഞ്ചിനുണ്ട്. അപ്പോൾ എഞ്ചിൻ നമ്മളിന്ന് പൊളിച്ച് തിരിച്ചത് സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് ഞാനിന്ന് പോകുന്നത്. അത് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി എഞ്ചിൻ പണിയുന്ന സമയത്ത് എന്തൊക്കെ സ്പെയർ മാറിയാൽ നമുക്ക് ആ വണ്ടിയുടെ സൗണ്ട് പൂർണ്ണമായിട്ടും നമുക്കതിനെ കുറച്ച് അത് എങ്ങനെ സൈലൻ്റ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ള രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് എത്ര രൂപ ടോട്ടൽ എമൗണ്ട് ചിലവ് വരും, ഒരു ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപ എമൗണ്ട് ചിലവ് വരും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളും തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ആദ്യം തന്നെ ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ ഈ വണ്ടി പണിതതിന് ശേഷവും നിങ്ങൾക്ക് ഈ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സൗണ്ട് കേട്ടൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് അത് കഴിഞ്ഞ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ. ഈ എൻജിന് നമ്മളിനി ഫുള്ളായിട്ട് പൊളിക്കുകയാണ്. ഫുള്ള് പൊളിച്ച് ഇതിനകത്ത് സ്പെയറുകളെല്ലാം മാറി നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ എൻജിനെല്ലാം സൈലൻ്റ് ആയിട്ട് കിട്ടും. നമുക്ക് എന്തായാലും വീഡിയോയുടെ അവസാനം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. എന്തായാലും നമ്മളിതിനെ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സർവീസ് എല്ലാം ചെയ്ത് എൻജിനെല്ലാം പൊളിച്ച് വാട്ടർ സർവീസ് എല്ലാം ചെയ്ത് കേസെല്ലാം കഴുകിക്കൊണ്ട് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്രാങ്കെല്ലാം ലേത്തി കൊടുത്ത് പണിത്, ഹെഡെല്ലാം പണിത്, നമ്മൾ ആവശ്യമായ സ്പെയറുകളെല്ലാം മേടിച്ച് മാറിയിട്ടുണ്ട്. ഒരു എൻജിൻ പൊളിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇത്രയും സ്പെയറുകൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സൗണ്ടെല്ലാം മാറ്റാൻ സാധിക്കും. ഇതാണ് ക്രാങ്ക്. ഈ ക്രാങ്ക് നമ്മൾ ലേത്തി കൊടുത്ത് പണിത് അതിൻ്റെ കണക്ടറോട് മാറി, രണ്ട് ബെയറിങ് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹെഡിൻ്റെ വാൽവെല്ലാം മാറി ക്ലിയർ ചെയ്ത്, കാർബണെല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് വെച്ചേക്കാനാണ്. ഹെഡിലെ വർക്കെല്ലാം കഴിഞ്ഞ് ലേത്തി നമ്മൾ ചെയ്ത വർക്കാണ്. ലേത്തിലെല്ലാം കൂടെ 1500ഓളം നമുക്ക് ചിലവായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സിലിണ്ടർ മേടിച്ച് പുതിയത് മാറുകയാണ് ചെയ്യുന്ന. സിലിണ്ടറിൻ്റെ വില 2050 രൂപ സിലിണ്ടർ വില വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ടൈം എഞ്ചിൻ കിറ്റാണ്. ടൈം എഞ്ചിൻ കിറ്റ് വന്നിട്ട് 425 രൂപ ടൈം എഞ്ചിൻ കിറ്റ് വില വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 37 രൂപ അതിൻ്റെ ഒരു ഓറിങ് കിറ്റ്, ഓയിൽ ലീക്കാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓറിങ് കിറ്റെല്ലാം മാറുന്നത്. അതുപോലെ പാക്കിംഗ് കിറ്റ് അസംബ്ലി, പാക്കിംഗ് കിറ്റ് 171 രൂപ പാക്കിംഗ് കിറ്റ് വില വരുന്നുണ്ട്. അടുത്തത് ഓയിൽ 228 രൂപ എൻജിൻ ഓയിൽ. നമുക്ക് ഇത്രയും മതി. അത്യാവശ്യം മാറേണ്ട സ്പെയറുകളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത്രയും മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എൻജിനായാലും ക്ലിയർ ആയിട്ട് നിൽക്കും. ബാക്കി ബെയറിംഗ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ മേടിച്ച് മാറിയാൽ ക്ലിയർ ആവുന്നതാണ്. നമുക്കിപ്പോൾ എന്തായാലും വേറെ ബെയറിംഗ് ഒന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത എൻജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.